നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇന്ന് നമ്മൾ ഹത്രാസിൽ ഈ അടുത്ത് നടന്ന ഒരു സംഭവമാണ്. നമ്മൾ യു പിയിലെ ഹത്രാസിൽ ഒരു റിലീജിയസ് ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ ടി. 123 ആൾക്കാർ മരിച്ചു, 150 ആളുകൾ പരിക്ക് പറ്റിയ ആസ്പത്രികളിലുണ്ട്. ഇത് അത്രയൊന്നും നമുക്കൊന്നും ഇവിടെ ഒന്നും അങ്ങനെ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ബാബയൊന്നുമല്ല. ഒരു യു പി പോലീസിലെ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് കയറി, പിന്നെ VRS എടുത്ത് പോകുമ്പോഴേക്കും ഒരു സബ് ഇൻസ്പെക്ടറൊക്കെ ആയ ഒരാളാണ്. ബാക്കി യോഗ്യമാരെ പോലെ ഈ കാവ്യവേഷവും ധരിക്കാത്ത, നല്ല സ്റ്റൈലൻ വെള്ള സൂട്ടൊക്കെ ഇട്ടിട്ട് വെള്ള ഷൂവും എല്ലാം ഇടുന്ന ഒരു ആള്. ആകപ്പാടെ മൂപ്പര ലക്ഷണം നോക്കുകയാണെങ്കിൽ യാതൊരു ദൈവിക സംഗതി ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതിൽ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇയാളുടെ കൂട്ടുകെട്ട് ഒരു മനുഷ്യനെ നമുക്ക് ഏകദേശം അറിയാലോ. ഇയാള് രാജസ്ഥാനിൽ പോകുമ്പോൾ അവിടെ ഈ വലിയൊരു പേപ്പർ ലീക്ക് ഉണ്ടായിരുന്നു, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. അതുൾപ്പെടെ വേറെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ 10-20 പേപ്പർ ലീക്ക് ചെയ്തൊരു കക്ഷി. അയാളുടെ പേര് ഹർഷവർദ്ധൻ മീന എന്നാണ്. ആ പേപ്പർ ലീക്ക് ചെയ്താണ്. ഈ മീനയുടെ വീട്ടിലാണ് ഈ ബാബ രാജസ്ഥാനിൽ പോകുമ്പോൾ കണ്ണാറ് ദോസ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അങ്ങനത്തെയാണ് കൂട്ടുകെട്ട്. പക്ഷെ ഈ പേപ്പറിൽ അതിന്റെ അർത്ഥം ഈ പേപ്പർ ലീക്ക് കേസിൽ ഇങ്ങനെ ബന്ധമുണ്ടെന്നല്ല. അതിനുള്ള യാതൊരു തെളിവും നമ്മൾ. പിന്നെ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ സത്സംഗ് നടക്കുന്നത് ഒരു വയലിൽ വെച്ചിട്ടാണ്. മുഴുവൻ ചളി ഉള്ള ഒരു വയൽ. അതായത് ഒരാൾക്ക് പെട്ടെന്ന് നീങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം. അവിടെ വലിയൊരു ഷാമിയാന കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു സംഭവം. 80,000 ആളുകൾക്കാണ് പെർമിഷൻ. അവിടെ എത്തിപ്പെട്ടത് 2.5 ലക്ഷം ആൾ. ഈ 2.5 ലക്ഷം വരുന്ന എന്താ പറയുക ജനക്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ ആകെ 72 പോലീസ്. 72 പോലീസുകാർ. അപ്പൊ ഇതൊന്നും നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട് ഈ പൊതുജനത്തിന്റെ ജീവന് അവിടുത്തെ ഭരണകൂടം, അതായത് ജില്ലാ ഭരണകൂടം എത്ര വില കൽപ്പിച്ചിരുന്നു. അപ്പൊ ശരിക്കും ഒരു 2.5 ലക്ഷം ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് ഭയങ്കര സന്നാഹങ്ങളാണ്. അവിടെ ഒന്നിൽ കൂടുതൽ ഈ പ്രവേശനം. അതെ, അതും നല്ല സീനിയർ ഓഫീസേഴ്സ് വേണം. ഒരു ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ DMO അവിടെ ഉണ്ടാവണം. കാരണം ഇത് കഴിയുന്നവരെ ഇനി അഥവാ അവിടെ അവർ പേഴ്സണലി ഇല്ലെങ്കിലും അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം. ഇവിടെ അതൊന്നും നടന്നതായിട്ട് കാണുന്നില്ല. റൂട്ടീനായിട്ട് ആരോ ഒരു പേപ്പർ കൊണ്ടു കൊടുത്ത് അതിൽ 80,000 എന്തോ എഴുതി ആരോ ഒപ്പിട്ട് കൊടുത്തു, സംഗതി ഇതാണ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടായത് എന്നതിനെ പറ്റിയിട്ട് ഉള്ളത് കുറെ അഭിപ്രായങ്ങളാണ്. ഒരു CCTV ക്യാമറയിൽ നിന്നോ ഈ സംഭവം നടന്ന ശേഷം ബാബ അവിടുന്ന് പോകുന്നത്, പക്ഷെ TV-ക്കാർ പറയുന്നത് രക്ഷപ്പെടുന്നതെന്നാണ്. അതിന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ബാബ അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു. പിന്നെ ഇന്ന് വരെ പൊന്തിയിട്ടു എവിടെയാണെന്നുള്ളത് പോലീസിന് അറിയായിരിക്കും. പക്ഷെ എന്തോ കാരണം കൊണ്ട് പോലീസ് നടപടിയൊന്നും. ഇത് പറയുന്നത് ഈ ബാബ സ്പീച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി എണീറ്റപ്പോ വോളണ്ടിയേഴ്സ് ഈ ജനക്കൂട്ടത്തെ മുഴുവൻ ബ്ലോക്ക് ചെയ്തു. ഈ ബ്ലോക്ക് വകവെക്കാതെ ബാബയുടെ വണ്ടി പോയ വഴിയിലെ മണ്ണെടുക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇരുന്നു. അപ്പോഴേക്കും കുറെ ആൾക്കാർ ബാബ പോയതോടുകൂടി പെട്ടെന്ന് പുറത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ആകെ ഒരു ഗേറ്റ് എന്തോ ആണോ ഉള്ളത്, ആ വഴി കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോ ഈ താഴെ മണ്ണ് പെറുക്കാൻ ഇരുന്ന ആൾക്കാരിൽ പലരും അവരെ ചവിട്ടി മോണ്ടതായിട്ട്, അങ്ങനെയാണ് സ്റ്റാമ്പേഡ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതായപ്പോഴേക്കും ഈ 123 ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നതിൽ 112 സ്ത്രീകളാണ്, 7 കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോ
എത്ര ഭയാനകമായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം. പിന്നെ കുറെ ആള് ഈ രക്ഷപ്പെടാനുള്ള ഇതിലായിരിക്കണം അവിടെ ചാലില് വീണ് മരിക്കും. അവിടുത്തെ ചാലുകളുടെ അവസ്ഥയൊക്കെ നമുക്ക് ആലോചിച്ചറിയാലോ. അതിലേക്ക് വീണിട്ട് പലരും ഇങ്ങനെ ചിലപ്പോ ഒരാൾ വീണ് അതിന്റെ മുകളിൽ വേറെ ആൾക്കാർ വീണ് അതിന് പരിക്ക് പറ്റിയിട്ടോ പലതും ഇരിക്കും. അതും സംഭവിച്ചു. പിന്നെ വേറെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഈ ഭരണകൂടം പറഞ്ഞ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ ആൾക്കാർ പെട്ടെന്ന് ബാബ പോയതോടുകൂടി പെട്ടെന്ന് ജനക്കൂട്ടക്കോട്ട് പുറത്തേക്ക് കടന്നു. പിന്നെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. ഇതൊക്കെ കൂടാതെ ഈ ചൂടുകാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ മണൽക്കാറ്റ് ഡെസേർട്ടിലൊക്കെ ഉണ്ടാവുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്കറിയില്ല, ഇതൊന്നും നമുക്ക് തെളിവൊന്നുമില്ല. ബാബയ്ക്ക് 100 കോടിയുടെ ആസ്തിയുണ്ട്. ആള് മോശക്കാരനാണ്. 100 കോടിയുടെ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ആ ഗ്രാമവും അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത് നടന്ന സ്ഥലത്തിന്റെ പേര് മുഗൾ ഗർഹി ഗ്രാമം എന്നാണ്. പക്ഷെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇത് ഹൈവേ കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ഉള്ളൂ. യുപിയിലാണ്. ഇത് മറ്റേ ഹൈവേ ഒരു കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ഉള്ളൂ. അതായത് ഹൈവേ നേരെ അങ്ങോട്ട് കയറുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ മനസ്സിലാകുന്നത് ഉത്തരേന്ത്യയിലെ അല്ല മറ്റില്ല പ്രസ്ഥാനങ്ങളുടെ സാമ്യമാണോ? കാരണം വലിയൊരു പ്രശ്നമൊന്നും കാണുന്നില്ല. വേറെ പ്രസ്ഥാനങ്ങളുടെ സാമ്യമാണോ എന്നൊരു സംശയോ? ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയ സ്വാമി ശരിക്കും ജാത്തവാണ്. ജാത്തവ് എന്ന് പറയുന്ന യുപിയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഈ മായാവതിയൊക്കെ വരുന്ന ആ ദളിത് ഇതാണ് ഗ്രൂപ്പാണ്. അപ്പോ ഇങ്ങനെ ഈ മറ്റു ഭക്തന്മാരും അധികം ജാത്തവ് ഇതിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ ഈ വിചാരിച്ചോണ്ട് ബിജെപി ആയിട്ടേ യാതൊരു ടച്ചിങ്ങും തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരിക്കാൻ പറ്റുമോ? യോഗിക്കും ആൾക്കാർക്കും മോദിക്കും ഒക്കെ ഇരിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതെ ആ ബന്ധം ഏതായാലും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരായിട്ട് എന്തോ ബന്ധം, അതുകൊണ്ട് മെഴുകുതിരി എത്തിക്കാനും പ്രശ്നങ്ങളും ഒന്നും നടക്കുന്ന കാണുന്നില്ല അവിടുത്തെ ജനങ്ങൾ. അതൊന്നുമില്ല. അതെന്താ കാരണം വെച്ചാല് മായാവതിയുടെ ശക്തി കുറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ജാദവുകൾ കുറെ SPയിലേക്ക് മാറിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ. BJPക്ക് വോട്ട് ചെയ്യാതെ സമാജ്വാദി പാർട്ടിയിലേക്ക് വോട്ട് ചെയ്തു. അപ്പൊ ഈ പ്രശ്നം ആളി കത്തിക്കാൻ അവർക്ക് താല്പര്യം. അതാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനോട് ഒരു പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തെ പറ്റി ചോദിച്ചപ്പോ അങ്ങനെ ഉടനെ പറഞ്ഞു, BJPക്കാര് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. പത്രക്കാർ എന്ത് ചോദിച്ചാലും അവരൊക്കെ BJPക്കാരാ. പുതിയ ട്രെൻഡാ. രാഹുൽ ഗാന്ധി തുടങ്ങി, അഖിലേഷ് യാദവ് ഇന്ന് പതിനേഴ്. ഇത്ര വലിയൊരു വിഷയത്തെ പറ്റി അവിടുത്തെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ആണ്, ഉത്തർപ്രദേശിലായിരുന്നു. അപ്പോ ഇത് അല്ല, ഇയാളെല്ലാവർക്കും വേണ്ടി വരും. അതാണ് അതിന്റെ രസം. അപ്പൊ ഇതില് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ അവിടുത്തെ ഭരണകൂടത്തിന് വിടാൻ പറ്റില്ല. കാരണം FIRൽ ഇപ്പോഴും ബാബേന്റെ പേരിൽ ഇല്ല. ഇത്ര ആൾക്കാർ മരിച്ച് ഇത്ര ഭയങ്കര സംഭവമായിട്ട് നാഷണൽ മീഡിയയിൽ ഇന്റർനാഷണൽ മീഡിയയിൽ വരെ പോയി. ഞാനിന്നാള് ഗാർഡിയൻ ദിനപത്രം മറ്റേ നെറ്റിൽ വായിക്കാൻ ശ്രമിച്ചപ്പോ അതിലൊരു വലിയൊരു സ്റ്റോറിയാണത്. അതില് പക്ഷെ ഹെഡിങ്ങിൽ ഓഫ് കോഴ്സ് ഹിന്ദു സമ്മേളനം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായത് അത് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമല്ലോ അവർ. അപ്പോ ഇതില് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഉത്തരേന്ത്യയിൽ നിന്ന് മുഴുവൻ ആൾക്കാരെത്തിയിട്ടുണ്ട്. ഇത് വെറും ആ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തുള്ള കുറച്ച് ഒരു ഭാഗത്തുള്ള ആൾക്കാരല്ല. ഞാൻ അങ്ങനെ ധരിച്ചിരുന്നത്. അപ്പൊ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് മുഴുവൻ വന്നിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. അതായത് ഹൈവേ നേരെ അങ്ങോട്ട് കയറാം. പിന്നെ വേറൊരു ഇത് പറയുന്നത് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ കാണുന്നത് കണ്ടമാനം ബസ്സും പിന്നെ കാറുകളും ബൈക്കും അങ്ങനെ എന്തൊക്കെയോ വാഹനങ്ങൾ ഇതിന്റെ പുറത്തേക്ക് കടക്കാൻ വളരെ ദുസ്സഹമാക്കുന്ന രീതിയിലായിരുന്നു പാർക്ക് ചെയ്തത്. ശരിക്കുള്ള പ്രോപ്പർ പാർക്കിംഗ് അറേഞ്ച്മെന്റ് ഒന്നും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ ആൾക്കാരെ ആസ്പത്രിയിൽ കൊണ്ടുപോകാനും മറ്റും ആംബുലൻസിന് വരാനും അവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാനും ഒക്കെ കുറെ അധികം ബുദ്ധിമുട്ടി കാണും. വലിയൊരു മിസ്മാനേജ്മെന്റ് ആണ്. അതെ, മിസ്മാനേജ്മെന്റ് ആണ്. അപ്പോ ഇപ്പൊ എന്താ വെച്ചാല് നമ്മളിപ്പോ ഞാൻ കുറച്ചു നേരം ഗുജറാത്തിലുണ്ടായിരുന്നു. അപ്പോ
അവിടെ ഞാൻ താമസിച്ചിരുന്ന ഒരു സൊസൈറ്റി. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം അവിടെ ഒരു ഷാമിയാന വരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും കുറെ ആൾക്കാരൊക്കെ വന്നു. ഒരു സ്ഥലത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ ചെറിയ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സൊസൈറ്റിയുടെ നടുവിലൊരു കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഷാമിയാനെ കിട്ടും. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല, ഇത് ഒരു ജെയിൻ ഏതോ ഒരു ഗുരു വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ, അവിടെ കുറെ ജെയിൻസ് ഉണ്ട് ആ സൊസൈറ്റി, അവരൊക്കെ അവിടെ അതിനുള്ള എന്തെങ്കിലും ഒരു പരിപാടി. ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ മുഴുവൻ കാറുകളുടെ ബഹളം, നിറച്ച് കാറ്, പിന്നെ ടൂ വീലർ ഒക്കെ ആയിട്ട് ജനം ഇതായിട്ട് ഭയങ്കര സംഭവമാണ്. അതായത് എവിടുന്നൊക്കെയോ ആൾക്കാർ വന്നിരിക്കും. പോലീസൊന്നും ഇല്ല അവിടെ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇഷ്ടമാനം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ. പിന്നീട് ഞാന് വേറെ ഒരു പ്രാവശ്യം ഞാൻ രാജ്കോട്ടിൽ പോയിട്ട് ഈ രാത്രി കുറെ ഇതായപ്പോഴും ഇങ്ങനെ ഭയങ്കര ഒരു ഭജനം നടക്കും. ഞാൻ വിളിച്ച് 11 മണി കഴിഞ്ഞിട്ടും ഇങ്ങനെ ഗംഭീര. അപ്പനോട് പറഞ്ഞിട്ട് ഇത് ഫുൾ നൈറ്റ് സത്സംഗമാണ്. ഇതൊരു റെഗുലർ പരിപാടി. ഇപ്പൊ നമ്മളെ ഒരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇങ്ങനത്തെ സംഗതികള് ഉണ്ടാവും. നമ്മളിപ്പോ ഇതില് ഈ ആൾദൈവം എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകണ്ട. കാരണം എന്താ വെച്ചാല് ഇപ്പോ എനിക്ക് ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ആൾദൈവം അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ആള് വേണമെന്ന് എനിക്ക് തോന്നി. അത് എന്റെ പേഴ്സണൽ ഇതാണ്. പക്ഷെ പലർക്കും അങ്ങനെയല്ല. പലർക്കും ഇപ്പൊ നമുക്ക് തന്നെ അറിയുന്ന പലരും വളരെ കഷ്ടപ്പാടിലും മറ്റുമൊക്കെ ഇതായിട്ടുള്ള ആൾക്കാര്, പലരും ഒരു നല്ല ഗുരുവിനെയൊക്കെ കണ്ടെത്തി അവർ ജീവിതത്തിൽ പിന്നീട് ഒരു ഭയങ്കര മാറ്റം വരുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിലിപ്പോ വലിയ ദൈവികതന്നില്ലെങ്കിലും അവര് പ്രശ്നങ്ങളൊക്കെ പോയി പറയാൻ, അതിപ്പോ ലോക്കൽ പൊളിറ്റീഷ്യനോട് പോയി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും അല്ലേ? ശരിയല്ലേ? അപ്പോ ആരുടെ ഒരു താങ്ങ്, ഒരു തണല്, അതാണ് ഈ പറഞ്ഞത്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോ ഈ ആർട്ട് ഓഫ് ലിവിങ് പോലത്തെ ശ്രീ ശ്രീ രവിശങ്കറിന്റെയും പിന്നെ അതുപോലെ കോയമ്പത്തൂരിലെ എന്താണ് സദ്ഗുരുവിന്റെ ഒക്കെ ഭയങ്കര ഫങ്ഷൻസ്. പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് അവർ നടത്തുന്നത്. കാരണം അതെന്താ വെച്ചാൽ അത് ഒന്ന് ആ പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ വോളണ്ടിയേഴ്സ്, പിന്നെ വരുന്ന ആൾക്കാരുടെ ഡിസിപ്ലിൻ, പിന്നെ പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്നുള്ള ഒരു സംഭവമാണ്. എല്ലാം ഉണ്ടോ അവിടെ. ഒരാൾക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ അവിടെ ഡോക്ടറിന്റെ അറ്റൻഡ് ചെയ്യാൻ, അയാൾക്ക് ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വലിയ വലിയ സമ്മേളനങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. സത്സംഗം അങ്ങനെയൊക്കെ ആയിട്ട് പലതും നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളും, ഇതിപ്പോ ഒരു ഹിന്ദു ഇതല്ലാതെ എല്ലാവരുടെയും നടക്കുന്നുണ്ട്. അതിൽ പലതും വളരെ നന്നായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ അറിയപ്പെടാത്ത ഇങ്ങനത്തെ ഓരോ ആൾക്കാര് അവര് എന്തായിരിക്കും അത് ഇങ്ങനത്തെ ഒരു സ്വാമി 2.5 ലക്ഷം ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കാനുള്ള എന്തായിരിക്കും സംഭവം? അതാണ് അറിയപ്പെടാത്തത് പറഞ്ഞുകൂടാ. 2.5 ലക്ഷം ആൾക്കാർ അവിടെ എത്തണം. നമുക്കറിയില്ല. കാരണം നമ്മുടെ സൗത്ത് സൈഡിലേക്ക് നമ്മൾ പിന്നെ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അയാൾ ഏതായാലും ആ നോർത്ത് ഇന്ത്യൻ ആ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന, അയാളിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന അത്രയും 2.5 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 10 ലക്ഷം ആളെ കൂടി 2.5 ലക്ഷം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിന്റെ ഡബിൾ ആൾക്കാരെ അയാളെ കൂടെ ഭക്തന്മാരായിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ഉത്തരവാണത്. ഇപ്പൊ നമ്മളെ നാട്ടില് പിന്നെ ഇതേമാതിരി വളരെ ആൾക്കാർ കൂടുന്ന ഇതേമാതിരിയുള്ള പല സയൻസും ഉണ്ട്. സന്യാസിമാരുണ്ട്, ആശ്രമങ്ങളുണ്ട്, മഠങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പല ആശ്രമങ്ങളായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 84 നമ്മളെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് അമൃതാനന്ദമയി അമ്മയുടെ കൂടെയൊക്കെ ഉണ്ടായ ഒരാളാണ്. അപ്പൊ അന്ന് ഞാൻ എന്തിന് നീ അവിടെ എത്തി, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഒരു ഉത്തരമില്ല. കാരണം ഞാൻ കളിച്ചു നടന്നത് എന്തൊക്കെയാന്നുള്ളത് സത്യനറിയാം, അല്ലേ? അപ്പൊ അങ്ങനല്ലേ ഞാന് ഒരു ദിവസം യാദർശികമായിട്ട് ഇങ്ങനെ ഒരു സന്യാസി ഒരമ്മയെ ഞാൻ കാണുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്താണെന്നറിയില്ല, എന്തോ ഒരു അടുപ്പം തോന്നി. ഞാൻ അവിടെ പോയി. പക്ഷെ ഞാൻ അവിടെ പോയതിന്റെ പേരിൽ എത്ര ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എന്നോട് തന്നെ പറഞ്ഞു, ഈ അമ്മയുടെ ഒരു ലോക്കറ്റ് ഞാൻ ഇട്ട് നടന്നിട്ട് എന്നോട് പറയും, നീ ഇങ്ങനെ ഒന്ന് സാധനം ഇട്ട് നടക്കണമെങ്കിൽ വെറുതെ ഒന്നും നടക്കൂല,
അത്ര വളരെ വൃത്തികെട്ടായിട്ട് വളരെ വൾഗറായിട്ടൊക്കെ അതിപ്പോ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. അത്രയും വൃത്തികേടായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ കയ്യിലിരിപ്പും അങ്ങനെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വളരെ മോശമായിട്ടൊക്കെ പറയും. ആ ആ അമ്മ തന്നെ പറയായിരുന്നു എന്റെ അടുത്ത മക്കളാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ അത്രയും അടുപ്പമായിട്ട് ഞാൻ ആ ആശ്രമത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ കേരളത്തിലുള്ള പല സ്വാമിമാരും പല ആൾക്കാരായിട്ടും പല ഇങ്ങനെയുള്ള മഠങ്ങളും ആശ്രമങ്ങളൊക്കെ ആയിട്ട് വളരെ അധികം ബന്ധങ്ങളും അടുപ്പം ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് നമുക്ക് അതിനൊരു ഉത്തരമില്ല ശരിക്കും പറഞ്ഞാല്. കാരണം ഇന്നത്തെ ജനത ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിന്റെ ഇടയിൽ പലവർക്കും പല പ്രശ്നങ്ങളാണ്. ഇപ്പോ വിദേശികൾ ഇതിലേക്ക് കൂടുതൽ വരുന്നു എന്ന് പറയുന്നു. വിദേശികൾ നമ്മൾ പൊട്ടന്മാരായിട്ട് അവരിവിടെ വന്നിട്ട് ഡാൻസ് അവരെ സ്ഥിതി എന്താ അറിയോ? അവര് ജീവിതത്തിൽ എന്തെല്ലാം കാണണമോ, എന്തൊക്കെ ചെയ്യണോ, എന്തൊക്കെ വേണ്ടാത്തത് നടക്കണമോ അത് മുഴുവൻ അനുഭവിച്ച് തീർത്തിട്ട് ഇനി ഒന്നുമില്ല. ലാസ്റ്റില് എവിടെയെങ്കിലും ഒരു ശരണം പ്രാപിക്കണം. അപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഒരു അമ്മയെ അല്ലെങ്കിൽ മറ്റൊരു സ്വാമിയെ ഇപ്പൊ അമൃതാനന്ദമയി അമ്മയെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്നത് ഒരു അമ്മേനെ കണ്ട മാതിരിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതില്ല. ആ ബന്ധമില്ല. പ്രസവിച്ച അമ്മേന്റെ കൂടെ ഒരു 15 വയസ്സോ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അധികവും അവരുടെ ജീവിതവും ശൈലിയൊക്കെ വേറെയാണ്. നമുക്കില്ലാത്തൊരു ശീലമാണ്. നമുക്ക് വയസ്സാവുന്നവരെ അമ്മ മരിക്കുന്നവരെ നമ്മളെ അമ്മ കൂടെ ഉണ്ടാവും. പക്ഷെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കണ്ട് ഇങ്ങനെ സ്നേഹം കിട്ടുമ്പോ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോ അവര് അതിലങ്ങ് ഭ്രമിച്ചു പോകും. അവരവിടെ ദൈവത്തിനെ കാണുകയാണ്. അപ്പൊ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉത്തരം ബ്ലാങ്ക് ആണ്. അപ്പൊ അത് തന്നെയാണ് ഈ സ്വാമിക്കും സംഭവിച്ചത്. പക്ഷെ അവിടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞാല് അവിടെ വലിയൊരു മിസ്മാനേജ്മെന്റ് ആണ്. ആ ആ ആശ്രമത്തിന് ആ സ്വാമിക്ക് ഇത്രയും ആളെ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു വൃത്തിയായ രീതിയിൽ ഒരു പിന്നെ സംഗതി സംഘടിപ്പിക്കാനുള്ള കഴിവില്ലാത്തവരാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അവർക്ക് അതിനുള്ള കഴിവില്ല. അവർ ഈ 2.5 ലക്ഷം ആൾക്കാർ കഴിവില്ലാഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ അവരത് ചെയ്തില്ല. ചെയ്യാനുള്ള മനസ്സ്. ആ ഇത്രയും ക്ലൈമറ്റ് ഇങ്ങനെ ചൂട് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് അതിനൊക്കെ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വരുന്ന ഭക്തന്മാർക്ക് നൽകേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകണമായിരുന്നു. അതിനെ അങ്ങോട്ടൊരു വേഗമായിട്ട് അങ്ങനെ വിട്ടേച്ച് അതിന് അധികാരികൾ ഇല്ലെങ്കിൽ അധികാരികളെങ്കിലും നോക്കണമായിരുന്നു. ഇത്രയും ആൾക്കാർ അല്ല, വരുമ്പോൾ ഞാൻ ആ ഒരു സംഗതിയാണ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുന്നത്. അധികാരികൾ അതായത് ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോഴേ പിന്നെ പെട്ടെന്ന് പോലീസ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു FIR ഇട്ടിട്ട്, സാധാരണഗതിയിൽ ഇങ്ങനെ സ്വാമി ആരാച്ച സ്വാമിയുടെ പേരും വരും. കേസിൽ സ്വാമിയുടെ പേര് വന്നിട്ടില്ല, എന്തോ ആയിക്കോട്ടെ കാരണം. പക്ഷെ അങ്ങനെ ഒരു കേസ് ഇട്ടിട്ട് ഈ സ്വാമിയുടെ പിന്നാലെ ഓടുന്നതിന് പകരം ഇത്ര തന്നെ അദ്ദേഹത്തിന്റെ ഈ ഓർഗനൈസേഷനുള്ള അത്ര തന്നെ ഉത്തരവാദിത്വം അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനും ഇല്ലേ? ഇതിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടത്. ശരിക്കും ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ട്, വ്യവസ്ഥ ഇല്ലാതില്ല. പക്ഷെ ഇങ്ങനെയില്ലേ വലിയൊരു ഇതില്ലേ, ഒരു പിൻബലില്ലേ ആളോട് ചോദിക്കാനുള്ള ഒരു എന്താ പറയണ്ടേ ഒരു അതാണ്. കാരണം എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വോട്ടാണ് വേണ്ടത്, എല്ലാ സംഗതിയും വേണ്ടത്. എല്ലാരും വന്ന് എല്ലാ ഗുരുക്കന്മാരും എല്ലാവരുടെ അടുത്തും ഇരിക്കും. ഇവര് വലുതായി കഴിയുമ്പോ ഇവരെ ചുറ്റും ഉണ്ടാകുക പിന്നെ നമ്മളല്ല, പിന്നെ ഉണ്ടാകുക വേറൊരു വൃത്താണ്, അത് വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാർ, പിന്നെ ഓരോ കൊണ്ടു നടക്കുക, പിന്നെ നമ്മൾ ഔട്ടാണ്. അപ്പൊ അതെന്നെയൊക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നുണ്ടാവും. ഇയാളൊക്കെ ഒരു ലെവല് കഴിഞ്ഞപ്പോ ഇയാളൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഏത് ചെറിയൊരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാകുക. ഒരു കുഗ്രാമമാണെന്നാ പറയുന്നത്. ആ ഗ്രാമത്തിന്റെ അകത്ത് ചെറുതായിട്ട് കിടക്കുന്ന ഒരു ചെറിയ പോലീസുകാർ ആകെപ്പാടെ 15 പോലീസുള്ള ഒരു സ്റ്റേഷൻ ആയിരിക്കാം. പക്ഷെ അവിടുത്തെ ആ അധികാരിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലീസുകാരെയും ആൾക്കാരെയും എത്തിച്ചുകൊണ്ട് ഇത്രയും ലക്ഷങ്ങൾ വരും 1000 2000 പോലീസുകാർ വേണ്ടിടത്താണ് 75 പോലീസേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയ ഒരു അവിടുത്തെ ജില്ലാ അധികാരികൾ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ആരാണ് ഇതിന്റെ അധികാരികൾ എന്ന് വെച്ചാൽ അവര് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഇതൊക്കെ മുകളിലേക്ക് അറിയിക്കേണ്ടതും പിന്നെ ഇതൊക്കെ ചിലപ്പോ ഒരു അട്ടിമറിയാണോ എന്നും പറയാൻ പറ്റില്ല.
അങ്ങനെ ഒരു സംശയം ഇല്ലാണ്ടില്ല. യോഗി ആദിത്യനാഥ് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ അതായത് ഒരു പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാല് അവിടെ ഈ മറ്റേ ദളിത് വോട്ട് ആ ഈ മായാവതി ആക്റ്റീവ് അല്ല എന്ന് തോന്നിയപ്പോ അത് സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുന്നു. ആ പിന്നെ അതുപോലെ BJPക്ക് ഭയങ്കരമായിട്ട് ഈ ദളിത് വോട്ട് കുറഞ്ഞു. ആ ഷെഡ്യൂൾ ട്രൈബ് വോട്ട് വന്നു. പക്ഷെ ഷെഡ്യൂൾ കാസ്റ്റ് ശരിക്കും BJPയുടെ അടുത്ത് നിന്ന് വിട്ടുപോയി. അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഷെഡ്യൂൾ കാസ്റ്റും OBCയും പിന്നെ എന്താ പറയുക അപ്പർ കാസ്റ്റുകളും എല്ലാവരും ഭയങ്കരമായിട്ട് BJPക്ക് വോട്ട് ചെയ്തൊരു സ്ഥലം. ഇലക്ഷനിൽ തന്നെ കുറെ കൈകടത്തൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ. അതും ഒരു സംശയം ഒരു ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന് വേറൊരു കാര്യമുണ്ട്. ഉത്തർപ്രദേശ് പോലീസിനെ പറയുകയാണെങ്കിൽ കുംഭമേള മാരത്തെ സംഗതികൾ ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ളവരാണ്. ഇല്ല അപ്പൊ പരിചയമില്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് എല്ലായിടത്തും വിളിക്കും. ആ, ഇതിന്റെ കുംഭമേളയ്ക്ക് സ്റ്റേറ്റിന്റെ എല്ലാ ഭാഗത്തും പോലീസിനെ സംഘടിപ്പിച്ചിട്ടാണ് അത് നടത്തുന്നത്. അപ്പൊ ഇവരിൽ പലർക്കും ക്രൗഡ് മാനേജ്മെന്റ് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. പരിചയമില്ല ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവരെല്ലാവരും വളരെ ആ. അപ്പൊ ആ സാമീനെ അവിടെ അത്രയും ആൾക്കാർ എത്തുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ അത്രയും ആൾക്കാരെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആരും ചെയ്തതായിക്കൂടാ എന്നുള്ള ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പറയാൻ പറ്റില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പോലീസ് അന്വേഷണം മാത്രമേ അത് അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാൻ. എന്നാലും ഇതുപോലത്തെ ഇപ്പൊ നമ്മളെ രാജ്യത്ത് നമ്മൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജനതയാണ്. ഇപ്പൊ നമ്മളവിടെ മാത്രമല്ല, ഇപ്പൊ US-ലൊക്കെ ഈ മറ്റേ എന്താണ് ഇങ്ങനത്തെ ഗ്രൂപ്പുകളെ കരിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ പലരും അവര് വളർന്നിട്ട് അത്രയും ഫണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അവരാണ് പല ഈ മറ്റേ അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പലരെയും സ്പോൺസർ ചെയ്യുന്ന ഇവരാണ്. ഈ കരിസ്മാറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളാണ്. പിന്നെ അവരാണ് തീരുമാനിക്കുന്ന ടാക്സ് കൺസെഷൻ എങ്ങനെ വേണം. ഇവരധികം ടാക്സ് ഒന്നും കൊടുക്കാതെ രക്ഷപ്പെടുന്ന ഗ്രൂപ്പ്. ഒന്നുമില്ലല്ലോ, ഒന്നും നടക്കില്ല. ഇത് എല്ലാവരുടെയും പരിപാടി. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തൊക്കെ ഒരു നിയമനിർമ്മാണമൊക്കെ ആവശ്യമാണ് അല്ലെ? നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ട്. പോലീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പെർമിഷൻ എങ്ങനെയാ കൊടുക്കേണ്ടത്, അത് മറ്റേ ഇത്ര ആളെ വരുന്നുള്ളൂ എന്നുള്ളത് നോക്കേണ്ടതൊക്കെ എല്ലാ ചുമതലയുണ്ടെങ്കിലും കുറച്ചുകൂടി ഇല്ലേ ഇപ്പോ ഇതുപോലത്തെ തന്നെ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ കപ്പും കൊണ്ട് വന്നല്ലോ. അപ്പൊ ബോംബെയിൽ ഒരു ഓപ്പൺ ബസ്സിൽ അവരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഈ ഹത്രാസ് കഴിഞ്ഞിട്ട് അത് 2-ാം തീയതി നടന്നത്. 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇന്നലെ അവിടെ ആ സ്ഥലത്തുണ്ടല്ലോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാനില്ല. അത്രയും ജനം നമ്മളോട് ഇത് നമ്മൾ ഈ ക്രൗഡ് ഇത് എന്തെങ്കിലും ചെയ്യേണ്ട സമയം അതിക്കും. അതെ, അത് പിന്നെ കാരണം എന്ത് ഒക്കെ ഡേഞ്ചറാണ്. പഴയ കാലഘട്ടമായിട്ടല്ല ഇന്നത്തെ കാലം. പല എന്ത് മനുഷ്യന്മാരെ പിന്നെ മരിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും ചിന്തയൊന്നുമില്ല. അവരെ ചിന്താഗതിക്ക് പിന്നെ വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആരും എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അതിലാര് മരിച്ചു വീഴുകയെന്നുള്ളതിനെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന വേണം. ആ ഒരു ബീച്ച് സൈഡിലെ റോഡിലെ കൂടെ അവര് വരുമ്പോക്കെ ശരിക്കും തിക്കിലി പോപ്പുലേറ്റ് ഭയങ്കര തിക്കില് ഇതായിരുന്നു. നമുക്ക് കാണുമ്പോൾ പേടി തോന്നുക, ഒരു ശ്വാസം മുട്ടി ചത്തുപോകുമോ എന്ന് തോന്നുന്ന ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞ. അതല്ലാതെ ഇത് വെറുതെ മനുഷ്യ ദൈവങ്ങള് മറ്റേ ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുറെ പത്രക്കാരിങ്ങനെ പ്രസംഗിച്ചൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ ഉള്ള ഒരു എന്താ അറിയോ, മീഡിയക്ക് എന്താ വെച്ചാൽ ഇതിൽ പലരും ഭയങ്കര അഡ്വർടൈസേഴ്സ് ആണ്. അതാണ് മിണ്ടില്ല. ഇതിൽ പലരും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഹോസ്പിറ്റലും പിന്നെ സ്കൂൾസും യൂണിവേഴ്സിറ്റിയും അവരുടെ അഡ്വർടൈസ്മെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ പത്രക്കാർ മീഡിയയുടെ അടുത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കണ്ട. കാരണം മീഡിയ ഈ സംഗതി തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മീഡിയ വലിയ ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഏതോ UP-യുടെ ഉള്ളിൽ ഒരു നടന്ന ഒരു സംഭവം എന്നിട്ട് എന്താ വെച്ചാൽ അന്ന് പ്രധാനമന്ത്രിയുടെ ഈ മറ്റേ സ്പീച്ചായിരുന്നു. താഴെ സ്ക്രോളായിട്ടാണ് വരുന്നത്. അപ്പൊ ശരിക്കും 3.5 മണിക്കൂറാണ് ഇത് അവിടെ ഫസ്റ്റ് ആംബുലൻസ് എന്തോ എത്തുന്നത്. പക്ഷെ സംഭവം അതിന് മുമ്പ് നടന്നിരിക്കുന്നു. മീഡിയ പക്ഷെ പിന്നെ അവിടെ പോയ മീഡിയ അവിടുന്ന് മാറിയിട്ടില്ല കേട്ടോ. കാരണം മാക്സിമം ഇങ്ങനെ കുറെ ആൾക്കാരെ കരച്ചിലും കണ്ണീരും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറകള് അവിടെ തന്നെ ഇരുന്നത് രാത്രി മുഴുവൻ അവിടെ. കഴിഞ്ഞ ദിവസം മറ്റൊരു മതസ്ഥരെ ഒരു സ്ഥലത്തും ഇതേമാതിരി വലിയ 1000 ചില്ലാൻ ആൾക്കാർ മരിച്ചു. പിന്നെ ഇവിടെയല്ല, അങ്ങ് സൗദിയില് ഉണ്ടായി. വലിയ ന്യൂസോ കാര്യങ്ങളോ അതിനെ പറ്റിയിട്ട് യാതൊരു
ഇതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് ഇതിൽ വന്നു അത്രേ ഉള്ളൂ. ഏത് വാട്സപ്പിലൊക്കെ വന്ന് ആൾക്കാരിങ്ങനെ അറിഞ്ഞു. എല്ലാവരും സമാധാനമായിട്ട് ഇരുന്നു. കാരണം വെച്ചാൽ അതിനെപ്പറ്റി പറയാനുള്ള ധൈര്യം പത്രക്കാർക്കില്ല എന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് വോട്ട് പോയാലും പ്രശ്നമായാലോ. അപ്പൊ അതാണ് ഇന്നിപ്പോ എന്ത് സംഗതിക്കും വോട്ടിനെ പറ്റിയിട്ടാ ചിന്തിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആയിരിക്കോ, മരിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആ സ്വാമി ആരാണ് വെച്ചാൽ അയാൾ പറഞ്ഞ മാതിരിയാണ് കാര്യങ്ങൾ നടക്കൂലു എന്നുള്ള ഒരു സ്ഥിതിയാണ്. അല്ലെ? നമ്മളെ കേരളത്തിൽ അതിന് വ്യത്യാസമുണ്ട്. കേരളത്തിൽ അതിന് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ഈ അമൃതാനന്ദമയി ആശ്രമമൊക്കെ വളർന്നു വരുന്ന ആ കാലഘട്ടത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. പോലീസും ആൾക്കാരും എന്നൊരു ഉപദ്രവമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ഈ ഹിന്ദു ആശ്രമങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ എതിരാണല്ലോ. അപ്പൊ അതൊന്നും നടക്കാൻ പാടില്ല. ഇതിനെ കൊണ്ട് പണ്ട് എനിക്കിന്നും ഓർമ്മയുണ്ട്, കൊടുങ്ങല്ലൂർ വെച്ചിട്ട് ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതും പിന്നെ അവസാനം അമ്മ അവരൊക്കെ വിളിച്ച് ഇരുത്തി കൊണ്ട് സംസാരിപ്പിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട്. കാരണം അവർക്കത് ഇതൊരു പ്രശ്നമല്ല. കാരണം ഒരു ഹിന്ദു പരിപാടിയിൽ വന്ന് കുറെ ഹിന്ദുക്കൾ ഒന്നായിട്ട് ചേർന്ന് അവരൊന്നായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ. കാരണം അവർക്കാണ് ആളില്ലാതാകുക ഇത് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് അവരതിനെ എതിർക്കും. അവർക്കിങ്ങനെ ആൾ ദൈവത്തിനെ എതിർക്കുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഇപ്പം പല പള്ളികളിലും നടക്കുന്നില്ലേ, പല ക്രിസ്ത്യൻ പള്ളികളിൽ എന്താ അതിന് പറയാ, പാസ്റ്ററുകളൊക്കെ ഇതൊക്കെ നടത്തുന്നുണ്ട്, സുവിശേഷ യോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതും ഇതേമാതിരി ലക്ഷങ്ങൾ വരുന്ന ഒക്കെ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ പക്ഷെ നല്ലൊരു മാനേജ്മെന്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തൊരു സംഗതിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് നിർത്താനുള്ള സ്ഥലമായാലും. ഇപ്പൊ അമ്മയുടെ പിറന്നാള് കഴിഞ്ഞ 60th ബർത്ത്ഡേ, അപ്പൊ അമ്മക്ക് 70 കഴിഞ്ഞു. അപ്പൊ ആ 60th ബർത്ത്ഡേക്ക് വലിയൊരു പ്രോഗ്രാം ആയിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നത്. വലിയൊരു പ്രോഗ്രാം. ആ കൊച്ചിയിൽ വെച്ച് നടന്ന പ്രോഗ്രാം ഒക്കെ ആ സ്റ്റേഡിയത്തിന് ചുറ്റും ഉണ്ടായിരുന്ന സെറ്റപ്പും കാര്യങ്ങളും, ഞാൻ അതിലൊരു വളണ്ടിയർ ആയിട്ട് അവിടെ ഉണ്ടായ ആളാണ്. അപ്പൊ അവിടെ ഓരോന്നിനും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഈവൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയിട്ട് ഇങ്ങനത്തെ സാധാ സിവിലിയൻസ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ വിഭാഗത്തിന് അതൊക്കെ പോലീസുകാർക്ക് കൊടുക്കേണ്ട പോലീസുകാർക്ക് കൊടുത്തിരുന്നു. പോലീസുകാരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. അല്ലാണ്ട് ഇവിടുത്തെ വളണ്ടിയേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. അങ്ങനെ വളരെ അടക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ വളരെ സുന്ദരമായിട്ട് നടത്താൻ അവിടെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിലുള്ള ആൾക്കാരും കാര്യങ്ങളും ചില പോലീസ് ഓഫീസേഴ്സ് ഭക്തന്മാരൊക്കെ ഇല്ലോണ്ട് അവർക്കറിയാം എന്തൊക്കെയാ ചെയ്യേണ്ടത്. അപ്പൊ അവരത് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഇത് ചെയ്തു പോകുന്നത്, ഇതൊക്കെ ഹിന്ദു ചില ഇതിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു ഉണ്ടായതാണോ ഈ ഇതിൽ നിന്നുള്ളതാണ് എനിക്കില്ല എന്റെ ഒരു സൈഡ് ഓഫ് അതിനെപ്പറ്റി പറയാനുള്ളത്. അല്ലാതെ ഞാൻ ആൾ ദൈവങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞാൻ പല ആൾ ദൈവങ്ങളും കൂടെ ഒരുപാട് കാലം ഉണ്ടായ ഒരാളാണ്. കാരണം എനിക്ക് ഇപ്പൊ അമൃതാനന്ദമയി അമ്മയായിട്ട് ഒരു ഞാൻ പറഞ്ഞില്ല 84 തൊട്ടിട്ടുള്ള ഒരു ബന്ധമാണ്. 84 തൊട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി? ഏകദേശം 40 വർഷത്തെ. അമ്മക്ക് അന്ന് 29 വയസ്സായിരുന്നു. അമ്മയുടെ 29ാമത്തെ പിറന്നാളിനായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അന്ന് മുതൽ അവിടുത്തെ ആ ഒരു മാനേജ്മെന്റും കാര്യങ്ങളിലൊക്കെ ആയിട്ട് എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ആ ദൈവങ്ങളോട് ഒരിക്കലും ഒരു വിരോധമില്ലാത്ത ഒരാളാണ് ഞാൻ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കും വിരോധമില്ല. എനിക്ക് മറ്റേന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ സത്യസായി ബാബയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീ ശങ്കറിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവര് പലരും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതായത് ഇപ്പോ സത്യസായി ബാബയുടെ ട്രസ്റ്റ്, ബാബ മരിച്ച് ഇത്ര വർഷമായെങ്കിലും ഇപ്പോഴും ആ ട്രസ്റ്റ് അതുപോലെ നടക്കുന്നുണ്ട്. സത്യസായി ബാബ അവിടെ ഉള്ളപ്പോ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും. പിന്നെ അവരുടെ ആ സർവീസസ്, ഫ്രീ സർജറി, ഹാർട്ട് സർജറി ഉൾപ്പെടെയുള്ള ഫ്രീ സർജറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവര് തമ്മിലൊക്കെ ഇതൊക്കെയാണെങ്കിലേ ഇവര് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്കാട്ടോ. അതൊക്കെ ഞാൻ പറയാം. അതുണ്ടാവും. പക്ഷെ എന്താ പറയുക, ഇപ്പൊ ഗുജറാത്തില് ഈ മറ്റേ ഇത് കഴിഞ്ഞപ്പോഴേ, ഭൂകമ്പം കഴിഞ്ഞപ്പോഴേ,
ആ അവിടെ വന്നിട്ട് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ രണ്ടുപേരായിരുന്നു. ഒന്ന് ആ മാതാ അമൃതാനന്ദമയി അമ്മയും, ഉം, പിന്നെ ഒന്ന് നമ്മുടെ സാഹിബ് സിംഗ് വർമ്മ എന്ന് പറഞ്ഞ BJP ലീഡറും ഉം, പഴയ ഡൽഹി ചീഫ് മിനിസ്റ്ററായിരുന്നു. അയാൾ ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ ഹെഡാണ്. ആ ആ ഇവര് രണ്ടുപേരുമാണ് ശരിക്ക് ആ പറഞ്ഞ സമയത്ത്, ഉം, കാരണം അത്ര എളുപ്പമായിരുന്നില്ല അത്. ആ ഉം, സ്ഥലത്ത് നിന്ന് ആ മറ്റേ പൊളിഞ്ഞു വീണ അതൊക്കെ എടുത്ത് മാറ്റി ആ സ്ഥലം മാർക്ക് ചെയ്ത് പെർമിഷൻ എടുത്ത്, അതായത് ഉണ്ടാക്കുന്ന ഒരു സൊസൈറ്റി അല്ല, ഒരു ഗ്രാമമാണ് വീണ്ടും അതെ. നിർമ്മിച്ചു കൊടുക്കുന്നത്. അതിലൊക്കെ ഈ മാതാ അമൃതാനന്ദമയി ഒക്കെ ചെയ്തിട്ടുള്ള ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് ഉം, ഒരു ഭയങ്കര സംഭവം. അപ്പൊ അതുകൊണ്ട് ഇപ്പം എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഈ ഒരു ആൾദൈവങ്ങളുടെ പേഴ്സണലി ഭക്തി ഉള്ള ആളല്ലെങ്കിലും അവർ ഉം, ചെയ്യുന്ന നല്ല പ്രവർത്തികളോട് എനിക്ക് ബഹുമാനം. ഉം. കാരണം നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ കണ്ടി നമ്മള് പിന്നെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല ആളാണ് ഞാനൊക്കെ. ആ കൂടെ നടന്ന് ഉം. അനുഭവിച്ചറിഞ്ഞിട്ടില്ല ആ സ്നേഹവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെയൊന്നും നമുക്ക് മറക്കാനൊന്നും ഒക്കെ പറ്റില്ല. പക്ഷെ ഇയാളിപ്പോ എന്തായാലും അവിടെ കിടന്നിട്ട് ഈ ചെയ്തതൊക്കെ വളരെ ഒരു ഒരു വിഡ്ഢിത്തമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും ആൾക്കാരുടെ ഒരു മരണമാണ് ഉണ്ടാകുന്നത്. അത്രയും പിന്നെ ആൾക്കാർ മരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരു സംഗതി. അതൊക്കെ വല്ലാത്തൊരു അയാൾ ചെയ്ത പിന്നെ അത് സംഘടിപ്പിച്ച സംഘാടകരുടെ ബുദ്ധികേടും മോശവുമാണെന്നാ പറയുന്നത്. പറയാൻ പറ്റും. അയാൾ എന്താണ് അയാളെ കഴിവ് എന്നൊന്നും നമുക്കറിയില്ല. അയാൾ എന്ത് കണ്ടിട്ടാണ് അയാളൊരു കണ്ടാ സന്യാസിയായിട്ട് തോന്നുന്നില്ല. നല്ല വെള്ള ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് യേശുദാസ് പാടായിരിക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. ഒരു ബൈക്കൊക്കെ പിടിച്ചിട്ട് അല്ലേ? നമ്മളെ ഗാനഗന്ധർവൻ യേശുദാസ് ഇരിക്കുന്ന മാതിരിയാണ് മൂപ്പര് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അയാള് ഫാമിലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഭാര്യയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ. ഫാമിലിയൊക്കെ ഇതേമാതിരി ഉണ്ട്, ഒരു കൊട്ടാരം ആശ്രമമാണ്. ഇപ്പൊ എല്ലാ സ്വാമികളുടെ അടുത്ത് പോയാലും നമുക്ക് നല്ലതായി ഉണ്ടായിക്കോളണമെന്നില്ല. ചിലവരൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഇതിലുണ്ട്. അത് ഉണ്ടാവും. ഏതൊരു സംഗതിയിലും അത് എല്ലാത്തിനും കച്ചവടം ആൾക്കാരും ഇല്ലാണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഒരു സ്വാമീന്റെ കൂടെ അവിടെ പോയി. പോയ സമയത്ത് സ്വാമീനെ കാണാൻ വേണ്ടിയിട്ട് 10,000 ഉറുപ്പിയും പിന്നെ ഇതും വേണമെന്നാ പറഞ്ഞത്. വലിയൊരു തട്ട് താലോ, അതിന് വേറെ പൈസയും. ഒന്ന് കേറിയിട്ട് ഒന്ന് കണ്ടിട്ട് സ്വാമീനെ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചതാണ് 10,000 ഉറുപ്പിക ഓരോരുത്തരെ. ഞങ്ങൾ 10 ആളെങ്കിലേ 10,000 10,000 വെച്ച് 1,00,000 കൂടെ എടുത്തോളാം. ഞാൻ പറഞ്ഞു നമസ്കാരം, ഞങ്ങക്ക് കാണണ്ട. ഏഹ് പക്ഷെ അതാണ്. എനിക്ക് അവിടെ ഉണ്ടായ ക്ഷേത്രമൊക്കെ വളരെ സുന്ദരമായ ഒരു ക്ഷേത്രം, നല്ലൊരു ദേവീ ക്ഷേത്രം. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ കണ്ടാണ്ടല്ലോ. അത് സ്വയംഭൂവായിട്ട് വന്ന ഒരു അമ്മയുടെ ഒരു വിഗ്രഹമാണെന്നാ പറയുന്നത്. അതൊരു വിഗ്രഹം തന്നെയാണ്. അത് കണ്ടിട്ട് നമ്മൾ തൊഴുത് വന്നാൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. എനിക്കിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും യാത്ര ചെയ്യാനും ഇങ്ങനത്തെ ഈ സ്വാമിമാരെ കൂടി അമ്മേന്റെ കൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഞാനത് ഭാഗ്യമായിട്ടേ കാണും. കാരണം എനിക്ക് അത്രയും ആ ഒരു പ്രായത്തിൽ ഞാൻ എന്തൊക്കെയോ തോന്നിവാസം കളിച്ച് നടന്ന കാലത്ത് എനിക്ക് ആ അമ്മേനോടുണ്ടായ ഒരു എഫക്ഷനോ അതോ അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഒരുപാട് ക്ഷേത്രങ്ങള്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ ഉണ്ടായ ആളാണ്. അയാളിപ്പോ ഈ പറഞ്ഞ സ്വാമി ഇപ്പൊ അടുത്ത് സമാധിയായി എന്ന് അവരെ ഭാഷയെ പറയാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഏഹ് എന്താ പറയേണ്ടത്, ഇതിന് പിന്നെ വേറെ ചിലവരെ ആൾക്കാരൊക്കെ ഇത് വളരെ ഒരു ആഘോഷമായി എടുക്കും. ചിലവർക്കൊക്കെ ഒരു ആഘോഷമാണ്. ഏഹ് കാരണം ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ഹിന്ദു പേരിൽ ഉണ്ടാവുന്നതാകുമ്പോ അതിനെ അടിച്ചമർത്തി ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു സുഖാണല്ലോ. അത് നമ്മളെ നാട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. വേറെ ആളൊന്നും പറയില്ല. ഇത് കുറച്ച് പറയും. പക്ഷെ ഇയാളെ കാര്യം ഇപ്പോ എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂലൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ അഭിപ്രായം എന്തൊക്കെയാ വെച്ചാ പറയാ. ഇല്ല, അത് തന്നെയാണ്, ഞാനും അതേ അഭിപ്രായത്തിൽ തന്നെയാണ്. അതായത് ഈ ഒരു കേസ് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ, അത് സംഭവിച്ചു. ഇങ്ങനെ ഇതുപോലെ ഇനിയും യോഗങ്ങളും ഈ സത്സംഗവും ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ വളരെയധികം കൂടുന്ന സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നിയമ നടപടികൾ ഉൾപ്പെടെ ഒരു ആ വ്യവസ്ഥ ഒന്ന് ശരിപ്പെടുത്തണം എന്ന് മാത്രമേ. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ഇന്ന് നമ്മളെ ഈ ആ, അത് സമയം അവസാനിക്കുകയാണ്. നമ്മളെ സമയമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇന്ന് നിർത്താം. വീണ്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ വരാം. ഇത് പറഞ്ഞു നമസ്തേ.